നമസ്കാരം. അഗോര വിഷൻ ചാനലിൻ്റെ ഏറ്റവും പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ നോക്കാൻ പോകുന്നത് നമ്മുടെ മേടമാസത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് കേരളത്തിൽ ആഘോഷിക്കുന്ന വിഷു. വിഷു എന്ന പദത്തിൻ്റെ അർത്ഥമൊക്കെ നമുക്കറിയാം. നമ്മൾ പല വീഡിയോയിലും അതിനെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ വിഷു സമയത്ത് പ്രകൃതിയിൽ വളരെയധികം അനുകൂലമായ മാറ്റങ്ങൾ പലർക്കും ഉണ്ടാകും എന്നുള്ളതാണ്. അതുമാത്രമല്ല, വൈശാഖ മാസം ആരംഭമാണ് ഏപ്രിൽ 18 മുതൽ മെയ് 16 വരെ. വിഷ്ണുവിനെ ഭജിക്കാനും വിഷ്ണു ഭഗവാനെ ഭജിക്കാനും അനുഗ്രഹം നേടാനും ഏറ്റവും യോഗ്യമായ ഒരു മാസമാണ് മാധവ മാസം എന്നും അറിയപ്പെടും. ഈ ഒരു സമയത്ത് മേടമാസം പിറക്കുന്നതോട് കൂടിയിട്ട് ഭഗവാൻ കാത്തിരിക്കുന്ന 7 നക്ഷത്രക്കാരെ കുറിച്ചാണ് ഞാനിവിടെ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആ 7 നക്ഷത്രക്കാർ സത്യത്തിൽ ഭാഗ്യവാന്മാരാണ്. ഭഗവാന്റെ അനുഗ്രഹമുള്ള 7 നക്ഷത്രക്കാർ. കാരണം വലിയൊരു കോടീശ്വര യോഗം പോലും ഇവരെ തേടിയെത്തും എന്നുള്ളതാണ് ഈ ഒരു വൈശാഖ മാസവും വിഷുവും ചേർന്ന് വരുന്ന സമയത്ത് ഇവർക്ക് അനുഭവത്തിൽ വരിക. കോടീശ്വര യോഗമുള്ള നക്ഷത്രക്കാർ എന്ന് പറഞ്ഞാൽ അത് കൂടുതലാവില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഭഗവാൻ ഇവരെ കാത്തിരിക്കുന്നു എന്നുള്ളതിൽ യാതൊരു തർക്കമില്ല. ആ വലിയ ഭാഗ്യവാന്മാരായ നക്ഷത്രക്കാർ ആരാണ് എന്നുള്ളതാണ് നമ്മൾ ഈ പൂർണ്ണമായിട്ടും ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അത് 7 നക്ഷത്രക്കാരാണ്. വലിയ ഭാഗ്യവാന്മാരാണ്. ധനമുണ്ടാകും, ഭാഗ്യം വരും. ഭാഗ്യത്തിന്റെ ഒരു വർഷക്കാലം തന്നെയായിരിക്കും ഇവർക്ക് അനുഭവത്തിൽ വരിക. കാരണം ആ ഭാഗ്യ നക്ഷത്രക്കാർക്ക് അവർ എന്ത് കാര്യം ആഗ്രഹിച്ചാലും അത് സാധ്യമാവുന്ന ഒരു സമയമത്രേ ഈ മാധവ മാസം. കാരണം ഗുരുവായൂർ പോലുള്ള മഹാക്ഷേത്രങ്ങളിലൊക്കെ വലിയ ആഘോഷമാണ് ഈ ഒരു മാസത്തിൽ നടക്കുക. അപ്പോൾ വിഷ്ണുവിനെ ആരാധിച്ച് ഏറ്റവും അനുഗ്രഹം നേടാൻ കഴിയുന്ന ഒരു സമയമത്രേ മാധവ മാസം അഥവാ വൈശാഖ മാസം. പൗർണമിയിലെ വിശാഖം നക്ഷത്രം വരുന്ന ദിവസമാണ് ഈ വൈശാഖം എന്ന് പറയുന്നത്. എന്തായാലും വിഷു പിറക്കുന്നതോട് കൂടിയിട്ട് ഈ നക്ഷത്രക്കാർക്ക് വലിയ ഭാഗ്യങ്ങളായിരിക്കും. ഇവർ എന്ത് ചെയ്താലും അതൊരു വിജയത്തിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ളതാണ്. ഇവർ ചെയ്യുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതേപടി നടക്കുമെന്നാണ് പറയുന്നത്. കാരണം ഇവർ ആഗ്രഹിക്കുന്ന എന്താണോ, ഒരു വീട് വെക്കാൻ കുറെ കാലമായി ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ്. ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ ഒരു ഭാഗ്യം അവരെ തേടിയെത്തും എന്നുള്ളതാണ്. അങ്ങനെ പല വഴിയിലൂടെയും ഇവരെ ഭാഗ്യം തേടിയെത്തും. അതിനോടൊപ്പം തന്നെ ഭഗവാനെ ദർശിച്ച് അനുഗ്രഹം നേടുക എന്നുള്ളതും കൂടി അവിഭാജ്യ ഘടകമാണ്. ഇവരെ കാത്തിരിക്കും ഭഗവാൻ എന്നുള്ളത് സത്യമാണ്. ഇവരൊരു പ്രാർത്ഥന ഭഗവാന്റെ മുന്നിൽ പോയി ഒരു പ്രാർത്ഥന നടത്തിയാൽ പോലും ഇവർക്കത് 4 ഇരട്ടി ഫലമായിട്ട് തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ആ നക്ഷത്രക്കാർ, ആ ഭാഗ്യ നക്ഷത്രക്കാർ ആരാണെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ഷെയർ, അതുപോലെ തന്നെ നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങളുടെ നക്ഷത്രവും പേരും ഈ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ എല്ലാ മാസവും കറുത്ത വാവ് അമാവാസിക്ക് പൂജ പുഷ്പാഞ്ജലിയും ഉണ്ടായിരിക്കും. അതിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുന്നതായിരിക്കും. അതിലെ ആദ്യത്തെ നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രക്കാർക്ക് വലിയ ഭാഗ്യങ്ങളായിരിക്കും വൈശാഖ മാസവും വിഷുവും ചേർന്ന് വരുന്ന സമയത്ത് ലഭിക്കാൻ പോകുന്നത്. വീട് വെക്കാനും വിദേശത്തേക്ക് പോകാനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമായി കിട്ടുന്ന ഒരു സമയമായിരിക്കും ഈ മാസത്തിൽ. കാർത്തിക നക്ഷത്രക്കാർക്ക് സർവ്വവിധ ഭാഗ്യങ്ങളും വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും ഈ വൈശാഖ മാസം വിഷുവും ചേർന്ന് വരുന്ന സമയത്ത് ഉണ്ടാകാൻ പോകുന്നത്. അടുത്ത നക്ഷത്രമാണ് ആയില്യ നക്ഷത്രം. ആയില്യ നക്ഷത്രക്കാർക്കും ഇതുപോലെയാണ്. ഇവരെന്താഗ്രഹിച്ചാലും അത് സാധ്യപ്പെടുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു വർഷക്കാലം. പല വിധത്തിലുള്ള ഭാഗ്യങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സമയമായിരിക്കും.
ആയില്യ നക്ഷത്രക്കാർക്ക് സർവ്വവിധ ഭാഗ്യങ്ങളും ഈ ഒരു വർഷക്കാലം ലഭിക്കും എന്ന പ്രതീക്ഷയോടെ അടുത്ത നക്ഷത്രമാണ് അത്തം നക്ഷത്രം. അത്തം നക്ഷത്രക്കാർക്കും ഇത് പറഞ്ഞ കാര്യം, അത്തം നക്ഷത്രക്കാർക്കും നല്ല നല്ല ഭാഗ്യങ്ങളായിരിക്കും ജീവിതത്തിൽ ഉണ്ടാവുക. ഇവർക്ക് ഈ വർഷക്കാലം മുഴുവനും വളരെയധികം ഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. ഇവർ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാൻ കഴിയുന്ന സമയമാണ്. ഒരു ശമ്പള വർധനവും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ധനവും ഇവരുടെ കൈകളിലെത്തും. ഈ ഒരു വർഷക്കാലം മുഴുവൻ ഭാഗ്യം തെളിഞ്ഞു നിൽക്കുന്ന നക്ഷത്രക്കാരാണ് അത്ത നക്ഷത്രക്കാർ. അടുത്ത നക്ഷത്രമാണ് ചോതി നക്ഷത്രം. ചോതി നക്ഷത്രക്കാർക്കും ഇതേപോലെ വലിയ വലിയ ഭാഗ്യങ്ങൾ വന്നു ചേരാൻ ഇടവരുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു വൈശാഖ മാസവും വിഷുവും ചേർന്ന് വരുന്ന ഈ ഒരു സമയത്ത്. എന്തായാലും ചോതി നക്ഷത്രക്കാർക്ക് ഇവരുടെ ജോലി സംബന്ധമായ തടസ്സങ്ങളൊക്കെ നീങ്ങി ശമ്പളം വർദ്ധിച്ചു വരാനും ജോലിയിലൊരു മേൽക്കൈമ കിട്ടാനും ഒക്കെ കാണുന്ന ഒരു സമയം തന്നെയാണ്. എന്തായാലും ചോതി നക്ഷത്രക്ക് വലിയ ഭാഗ്യം തന്നെ പ്രതീക്ഷിക്കാം എന്നുള്ളതും പറഞ്ഞുകൊണ്ട് അടുത്ത നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലം മിശ്രഫലമുണ്ടായിരിക്കും. വരുമാനം വർദ്ധിക്കുമെങ്കിലും ചിലവും വളരെയധികം അനാവശ്യമായ പാഴ്ചിലവുകളും വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക. വരുമാനത്തിൽ അധികം ചിലവ് ഇവർക്ക് വരുന്ന സമയമായിരിക്കും തൃക്കേട്ട നക്ഷത്രക്കാർക്ക്. എങ്കിൽ പോലും ഇവർക്ക് ഭാഗ്യം തെളിഞ്ഞു വരുന്ന സമയം തന്നെയായിരിക്കും. ചിലവ് ഒന്ന് നിയന്ത്രിച്ചാൽ നന്നായിരിക്കും തൃക്കേട്ട നക്ഷത്രക്കാർ. അതിനനുസരിച്ച് ഭാഗ്യം വന്നുകൊണ്ടേയിരിക്കും. എന്തായാലും തൃക്കേട്ട നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് ഭാഗ്യവാന്മാരാണ് എന്നുള്ളതാണ്. അടുത്തത് മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രക്കാർക്കും വലിയ ഭാഗ്യങ്ങൾ വരുന്ന ഒരു സമയമായിരിക്കും. വിഷുവും വൈശാഖ മാസവും ചേർന്ന് വരുന്ന സമയത്ത് ലഭിക്കാൻ പോകുന്നത്. മുടങ്ങിക്കിടക്കുന്ന പല പ്രവർത്തികളും മൂലം നക്ഷത്രക്കാരുടെ ഈ ഒരു സമയം പൂർത്തീകരിക്കാൻ കഴിയും. അത് നടന്നു കിട്ടും. സ്തംഭിച്ചു കിടക്കുന്ന ബിസിനസ്സുകൾ ഒക്കെ സ്തംഭനാവസ്ഥ മാറി അനുകൂലത്തിൽ വരുന്ന ഒരു സമയമായിരിക്കും മൂലം നക്ഷത്രക്കാർക്ക് അനുഭവത്തിൽ വരിക. അടുത്ത നക്ഷത്രമാണ് തിരുവോണ നക്ഷത്രം. ഇവരും ആ ഭാഗ്യഗണത്തിൽപ്പെടുന്ന നക്ഷത്രക്കാരാണ്. തിരുവോണ നക്ഷത്രക്കാർക്ക് വളരെയധികം ഭാഗ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു മാസക്കാലം. ഇവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ അനുകൂലമായ സമയമായിരിക്കും. പ്രണയബന്ധങ്ങൾ പൂവണിയുന്ന ഒരു സമയമായിരിക്കും ഈ തിരുവോണ നക്ഷത്രക്കാർക്ക്. പല അകൽച്ച സംബന്ധമായി കിടക്കുന്ന പല പ്രവൃത്തികളും ആ ദോഷങ്ങളെല്ലാം നീങ്ങി അനുകൂലത്തിൽ വരുന്ന ഒരു സമയമായിരിക്കും. ബന്ധങ്ങൾ ദൃഢമാവാനും അതുമായി നല്ല സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും കഴിയുന്ന ഒരു സമയം തന്നെയായിരിക്കും തിരുവോണ നക്ഷത്രക്കാർക്ക് ഈ വൈശാഖ മാസത്തിൽ ആരംഭിക്കാൻ പോകുന്നത്. എന്തായാലും ഇതിൽ പറഞ്ഞ 7 നക്ഷത്രക്കാരും വലിയ ഭാഗ്യവാന്മാരാണ് എന്നുള്ള കാര്യത്തിൽ ഒട്ടും തർക്കമില്ല. ഈ എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുമാറാകട്ടെ. പ്രധാനപ്പെട്ട കേരളത്തിലെ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് അവിടെ യഥാശക്തി വഴിപാടുകൾ ചെയ്യുക. ഇല്ല എങ്കിൽ ഭാഗ്യസൂക്തം, പുരുഷ സൂക്തം, സ്ത്രീ സൂക്തം ഇതൊക്കെ ഇവർ കഴിപ്പിക്കുന്നതും ഇവരുടെ ഭാഗ്യം വർദ്ധിക്കാൻ ഇടവരും. എല്ലാ സൗഭാഗ്യങ്ങളും ഇവരെ തേടിയെത്തുന്ന ഒരു സമയമായിരിക്കും. എന്തായാലും ഇത്തരം ക്ഷേത്രങ്ങളിൽ സന്ദർശിച്ച് ഈ പറഞ്ഞ വഴിപാടുകൾ സൂക്തങ്ങളൊക്കെ ചെയ്യിപ്പിക്കുക. എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ ബന്ധുക്കളിലേക്കോ സുഹൃത്തുക്കളിലേക്കോ കുടുംബങ്ങളിലേക്കോ ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ മാസത്തിലെയും കറുത്ത വാവ് അഥവാ അമാവാസിക്ക് ശക്തയ പൂജയും പുഷ്പാഞ്ജലിയും ഉണ്ട്. നിങ്ങളുടെ നക്ഷത്രവും പേരും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു അധ്യായത്തിൽ കാണും വരെ നന്ദി, നമസ്കാരം.